ഹായ്, നിങ്ങൾ ഡോപ്പയുടെ വൺ ഷോട്ട് കൺസെപ്റ്റൽ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നീറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള മോഡൽ MCQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മതിയാവും. ഹൈ മക്കളെ, എല്ലാവരെയും ഡോപ്പയുടെ HYC സീരീസിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നീറ്റ് എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വൺ ഷോട്ട് വീഡിയോസാണ് HY സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതെങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ആൻസർ ചെയ്യുക എന്നാണ് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ വളരെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ റിലേറ്റഡ് ന്യൂമറിക്കൽ പ്രോബ്ലം. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു സെക്ഷനാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത് മക്കളെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ 75% കംപ്ലീറ്റ് ചെയ്യാൻ 30 മിനിറ്റ്സ് എങ്കിൽ അതേ റിയാക്ഷൻ്റെ 93.75% കംപ്ലീറ്റ് ആവാൻ എത്ര ടൈം വേണ്ടി വരും? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ്, അതിലൊന്ന് 75% കംപ്ലീറ്റ് ആവാൻ നിങ്ങൾക്കറിയും T½ ഡബിൾ ടൈം വേണം. T75 ഈക്വൽ ടു 2 ഇൻറ്റു T½ എന്നാണ് റിലേഷൻ. സിമിലർലി 85.75% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം 3 ടൈംസ് ഓഫ് T½ ആണ്. നൗ 93.75% കംപ്ലീറ്റ് ആവാൻ 4 ടൈംസ് ഓഫ് T½ എന്നാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമുക്കറിയാം T½ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. മക്കളെ, 75% കംപ്ലീറ്റ് ആവാൻ T½ ഡബിൾ ടൈം വേണം. 85% കംപ്ലീറ്റ് ആവാൻ T½ 3 ടൈംസ് ആണ്. 93.75% കംപ്ലീറ്റ് ആവാൻ T½ 4 ടൈംസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 75% കംപ്ലീറ്റ് ആവാൻ 30 എന്ന് തന്നു. യു സി, 75% കംപ്ലീറ്റ് ആവാൻ 30 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. വി നോ 75% കംപ്ലീറ്റ് ആവാൻ മക്കളെ 2 T½ വേണ്ടേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 T½ സോ വെരി ക്ലിയർ. 2 T½ 30 ആണെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ? അതിൽ നിന്ന് T½ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. എടാ, T½ 15 ആണെങ്കിൽ 93.75% കംപ്ലീറ്റ് ആവാൻ 4 ടൈംസ് ഓഫ് T½ എന്നല്ലേ? T½ വാല്യൂ 15 ആണ്. 4 into 15 എത്രയാ? 60 ഈസ് ദ കറക്റ്റ് ആൻസർ. യു ഷുഡ് റിമെമ്പർ ഓൾ ദിസ് ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡറിൽ വരുന്ന വേറെയും ചില ഫോർമുലാസ് മക്കൾ ഓർക്കണം. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ ആവശ്യം വരുന്ന വേറെയും ചില ഫോർമുലാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, T½ ഈക്വൽ ടു T90 ഇൻറ്റു log 2. T½ കാണാൻ ഈ ഫോർമുല ഓർക്കുക. T90 90% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം T90 ഇൻറ്റു log 2. ക്ലിയർ? റെഡി? ഇനി കെമിക്കൽ കൈനറ്റിക്സിൽ റിയാക്ഷൻ്റെ ഓർഡറും ഹാഫ് ലൈഫും കണക്ട് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നോക്കി, ഈ ക്വസ്റ്റ്യനിൽ 2 ഹാഫ് ലൈഫും തന്നിട്ടുണ്ട്, 2 കോൺസെൻട്രേഷനും തന്നു. ഇതൊക്കെ കൈനറ്റിക്സ് ചാപ്റ്ററിലെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ്. മക്കളെ, 2 ഹാഫ് ലൈഫും തന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയ 2 കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നാണ്. യു സി, ഹാഫ് ലൈഫ്സ് ഓഫ് 2 സാമ്പിൾ 0.1 and 0.4. respective concentration 250 respectively. What is the order of reaction? എടാ, 2 ഹാഫ് ലൈഫും 2 കോൺസെൻട്രേഷനും തന്നാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫോർമുല ഇതാണ്. T½ ഡിവൈഡഡ് ബൈ T½ ഫസ്റ്റ് ഹാഫ് ലൈഫ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഹാഫ് ലൈഫ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ A2 all raised to 1 minus n. That n stands for order of reaction. എന്താ മക്കളെ ഫോർമുല? ഫസ്റ്റ് ഹാഫ് ലൈഫ് ബൈ സെക്കൻഡ് ഹാഫ് ലൈഫ് ഈക്വൽ ടു ഫസ്റ്റ് കോൺസെൻട്രേഷൻ ബൈ സെക്കൻഡ് കോൺസെൻട്രേഷൻ ഓൾ റൈസ്ഡ് ടു 1 minus n, വേർ n സ്റ്റാൻഡ്സ് ഫോർ ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഹാഫ് ലൈഫ് നോക്കിക്കേ 0.1 ആണ്. അപ്പോൾ മക്കളെ 0.1 ബൈ, എടാ സെക്കൻഡ് ഹാഫ് ലൈഫ് 0.4 ആണ്. 0.1 ബൈ 0.4 equal to corresponding A1 ഫസ്റ്റിൽ പറയുന്ന കോൺസെൻട്രേഷൻ 200 divided by second concentration 50, then all raised to 1 minus n. Clear? 0.1 by 0.4 we know that is 1 by 4 equal to 4 by 1 all raised to 1 minus n.
1/4 ഈക്വൽ ടു 4/1 ഓൾ റൈസ് ടു 1 മൈനസ് n. നമുക്ക് റീഅറേഞ്ച് ചെയ്യാലോ. 1/4 ഈക്വൽ ടു, എടാ 4/1 ഞാൻ അഗൈൻ 1/4 എന്ന് എഴുതുന്നു. അപ്പൊ അതിന്റെ പവർ ഇൻവെർട്ട് ചെയ്താൽ പോരെ, n-1. അപ്പോൾ 1/4 ഈക്വൽ ടു 1/4 റൈസ് ടു n-1. ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ ഈക്വൽ ആണല്ലോ. സോ 1 ഈക്വൽ ടു n-1. സോ ഫ്രം ദിസ് n ഈക്വൽ ടു 1 + 1, that is, it is a second order reaction. So correct answer option number 2. ക്ലിയർ? കെമിക്കൽ കൈനറ്റിക്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് ഇനിയും തുടർന്ന് വരുന്ന HYC സീരീസിൽ നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് ഈ സീരീസ് ഫോളോ ചെയ്യാം. നീറ്റ് എക്സാം അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ ഈ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് വെരി വെൽ. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഗൈഡ് ബുക്കുകളിൽ നിന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നോ കണ്ടെത്തി സോൾവ് ചെയ്ത് നോക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഈ 2-3 ചോദ്യം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നീറ്റിന് ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മോഡലിലുള്ള പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു 1 ഷോട്ട് കൺസെപ്ച്വൽ സീരീസ് എന്നുള്ള ഈ ഒരു സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ എൻഗേജ് ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫ്യൂച്ചറിൽ വേണ്ട കൺസെപ്റ്റുകളും കൂടി താഴേക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. പരമാവധി ആളുകൾ വരുന്നതോടുകൂടി കൂടുതൽ കൺസെപ്റ്റുവൽ വീഡിയോസ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.